ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത്. ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതോടുകൂടിയാണ് അതിന്റെ ഗൗരവവും ഗാംഭീര്യവും വർദ്ധിക്കുന്നത്. എന്തായിരുന്നു ഇസ്രായേൽ കണക്ക് കൂട്ടിയത്? എവിടെയാണ് ഇസ്രായേൽ പേച്ചത്? ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പിടിച്ചതിലും വലിയത് മാളത്തിൽ എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അതിന്റെ കാര്യം, ഹമാസിന്റെ നേതാവായി ഇസ്മായിൽ ഹനിയയുടെ കാലശേഷം നിലവിൽ വന്നത് യഹിയ സിൻവാർ ആണ്. യഹിയ സിൻവാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഹിറ്റ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ്. രണ്ടാം സ്ഥാനം ഒരുപക്ഷെ ഇസ്മായിൽ ഹനിയക്കുള്ളൂ. രണ്ട് വ്യക്തികളും രണ്ട് രീതിയിൽ ഈ പ്രസ്ഥാനത്തെ, ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നയിക്കുന്നവരാണ്. തീവ്ര ചിന്താഗതിക്കാർക്കിടയിലെ മിതവാദിയാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഹമാസിന്റെയോ അല്ലെങ്കിൽ പാലസ്തീന്റെയോ നേതാവായി യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഹനിയെ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പാലസ്തീന്റെ പ്രധാനമന്ത്രിയായി ഇസ്മായിൽ ഹനിയ വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അമേരിക്കയുടെയൊക്കെ ഭയങ്കരമായിരിക്കുന്ന ഇടപെടൽ, അമേരിക്ക ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വലിയ പ്രതിഷേധം ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഇടപെടുന്നത്. അങ്ങനെയാണ് ഈ ഫലസ്തീന്റെ പ്രസിഡന്റ് ആയിരുന്ന മഹ്മൂദ് അബ്ബാസ് ഇസ്മായിൽ ഹനിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. അത് അവിടുത്തെ ആ രാഷ്ട്രീയ രീതികളും ആ കാലാവസ്ഥകളും സാഹചര്യങ്ങളും അങ്ങനെയായിരുന്നു എന്ന് ചുരുക്കം. ലോകത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങൾ പാലസ്തീനിലെ സമാധാനപരമായിരിക്കുന്ന വിഷയപ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത് ഇസ്മായിൽ ഹനിയെയാണ്. ഇപ്പോൾ നിലവിലുള്ള ഒക്ടോബർ 7-ാം തീയതി ഹമാസ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിന്റെ പല ഘട്ടത്തിലുള്ള ചർച്ചയിലും ഇസ്മായിൽ ഹനിയ കൃത്യമായ രീതിയിൽ നിലപാടുകൾ പറഞ്ഞിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇസ്മായിൽ ഹനിയായിരുന്നു നിലപാടുകൾ പറയാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തിരുന്നത്. അത് ഇറാഖാണെങ്കിൽ, ഈ ഖത്തറാണെങ്കിലും, ഈജിപ്ത് ആണെങ്കിലും, അമേരിക്കയാണെങ്കിലും അതിനൊക്കെ അപ്പുറമായ രീതിയിൽ ഇസ്രായേലിന്റെ മൊസാദിന്റെ വിഭാഗവും ഇസ്മായിൽ ഹനിയയും ഖത്തറിൽ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നാണ്. സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മൊസാദിന്റെ വിഭാഗത്തെ ഇസ്രായേൽ പറഞ്ഞയച്ചിരുന്നു ഖത്തറിലേക്ക്. അങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അവർ സംസാരിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തീവ്ര ചിന്താഗതിക്കാർക്കിടയിലെ മിതവാദിയായിട്ടാണ് ഇസ്മായിൽ ഹനിയ അറിയപ്പെടുന്നത്. ഏറെക്കുറെ സമാധാന ചർച്ച ഉണ്ടാകുന്ന സമയത്ത് അത് ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കഠിനമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് അല്പം എങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ ഇതിനിടയിൽ നടത്താനും അത് വിജയിപ്പിച്ചെടുക്കാനും ഇസ്മായിൽ ഹനിയക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നത്, ക്രോഡീകരിക്കപ്പെട്ട ഒരു നേതാവ് എന്ന നിലക്ക് ഇസ്മായിൽ ഹനിയയുടെ മുഴുവൻ നിയന്ത്രണത്തിലാണ് ഹമാസ് എന്നതിനാലും ഇസ്മായിൽ ഹനിയെ ഇല്ലാതാക്കുന്നതോടുകൂടി ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. ഏതുപോലെ ഇറാഖിലെ സദ്ദാം ഹുസൈന് പിടിക്കപ്പെട്ടതോടുകൂടി അവിടുത്തെ സൈനിക നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ഒരു പുതിയൊരു നേതാവിനെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത അതേ പ്രതിസന്ധിയും സാഹചര്യങ്ങളും ഫലസ്തീനിൽ ഉണ്ടാവും എന്നതിനാൽ വലിയ പരാജയം ഹമാസിനുണ്ടാവും. എളുപ്പത്തിൽ ഹമാസിനെ കീഴ്പ്പെടുത്താനോ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശകാര്യങ്ങൾ നിർവഹിക്കാനോ സാധിക്കും എന്നവർ കണക്കുകൂട്ടി. ഈ കണക്കുകൂട്ടലുകളാണ് തെറ്റിപ്പോയതെന്ന് മാത്രമല്ല, ആ സ്ഥാനത്തേക്ക് ഇസ്മായിൽ ഹനിയ ഇരുന്ന ഏറെക്കുറെ മിതവാദി എന്ന പരാമർശമുള്ള ആ വ്യക്തിയുടെ സ്ഥാനത്തേക്ക് തീവ്ര ചിന്താഗതിക്കാരനും വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവക്കാരനുമായിരിക്കുന്ന യഹിയ സിൻവാറിനെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചും ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തെക്കുറിച്ചും അതിന്റെ നിലപാടിനെക്കുറിച്ചും അവസാന വാക്കായിട്ട് പറയേണ്ട വ്യക്തി യഹിയ സിൻവാർ ആണ് എന്ന് പറയുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവത്തോടുകൂടിയും നിലപാടോടുകൂടിയും ഇനി ഹമാസ് മുന്നോട്ട് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തതാണ്. അതാണ് അവർ പിടിച്ചതിനേക്കാൾ വലിയതാണ് മാളത്തിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. യഹിയ സിൻവാറിനെ കുറിച്ച് വലിയ രീതിയിലുള്ള സംഭവങ്ങളും സംഭവ ബഹുലമായിരിക്കുന്ന ചരിത്രങ്ങളും നിലനിൽക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ച് പോവാം. 2017 ഹമാസിന്റെ നേതാവായിട്ട് യഹിയ സിൻവാർ വരുന്നത്. 23 വർഷം അദ്ദേഹം ഇസ്രായേലിന്റെ ജയിലിലായിരുന്നു.
ഇസ്രായേലിന്റെ ജയിലിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കപ്പെട്ട വ്യക്തികൾ ഒരാളായിട്ടാണ് യഹ്യ സിൻവാർ അറിയപ്പെടുന്നത്. 2011 1000 ഫലസ്തീനികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ, അത് ഇസ്രായേൽ പൗരന്മാരെ പിടിച്ച് ഹമാസ് പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച കരാർ വ്യവസ്ഥയിൽ 1000 ഫലസ്തീനുകാരെ മോചിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആ കരാർ. ആ കരാർ വ്യവസ്ഥ പ്രകാരം മോചിപ്പിക്കപ്പെട്ടതിൽ പ്രധാനിയായിരുന്നു ഈ പറയപ്പെട്ട യഹ്യ സിൻവാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു. നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ രഹസ്യ കാര്യങ്ങളുടെയും നേതൃത്വം നൽകിയതും ഒക്ടോബർ 7 അക്രമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലും ക്രോഡീകരണങ്ങളും നടത്തിയതും യഹ്യ സിൻവാർ ആയിരുന്നു എന്ന് പിന്നീട് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ യഹ്യ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങൾ ഇസ്മായിൽ ഹനിയെ പോലെ ഇങ്ങനെ പറന്ന് നടന്ന് രാഷ്ട്രങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും അവിടെ താമസിക്കുകയും അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ യഹ്യ സിൻവാർ ചെയ്യാറില്ല. അദ്ദേഹം പാലസ്തീനുമായിട്ടല്ല ഗസയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ രഹസ്യമായിരിക്കുന്ന സങ്കേതം കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങൾ കഴിഞ്ഞ 10 മാസമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടും സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഖാൻ യൂനിസിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ സമയത്തൊക്കെ ഇസ്രായേലിന്റെ സൈനികർ IDF പറഞ്ഞത് തന്നെ ഞങ്ങൾ യഹ്യ സിൻവാറിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്, അയാൾ പുറപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടിരിക്കുന്നു, ഈ വഴിയിലൂടെയാണ് യാത്ര. കുറെ വീഡിയോ ഒക്കെ പുറത്തിറക്കി. മാത്രമല്ല ഈ തുരങ്കത്തിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്തതിൽ യഹ്യ സിൻവാർ നടന്നു പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ. എന്നിട്ട് അവർ പറഞ്ഞു, വീടിനോട് ചേർന്ന് ഞങ്ങൾ ഖാൻ യൂനിസിന്റെ ഭാഗത്ത് യഹ്യ സിൻവാറിന്റെ വീട് കണ്ടെത്തിയിരിക്കുന്നു, ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ്. ലോകം അത് അക്ഷമയോടുകൂടിയാണ് കാത്തു നിന്നത്. ഈ സംഭവം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇസ്രായേലാണ് പറഞ്ഞത് അവർ കണ്ടെത്തിയിരിക്കുന്ന തരത്തിലൊക്കെ. പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. യഹ്യ സിൻവാർ അവിടെ കണ്ടെത്തിയിട്ടില്ല. വീടിന്റെ കൃത്യമായിരിക്കുന്ന ഭാഗങ്ങൾക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവിടെ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചു. വലിയ രീതിയിലുള്ള വെടിവെപ്പുകളും അതുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ ആ കാലത്ത് പുറത്തു വന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോ അതിന്റെ ഏതെങ്കിലും ഒരു സമാധാനപരമായിരിക്കുന്ന ഒരു ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ ഹനിയ വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഇനി അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നതിന്റെ അർത്ഥം കഠിനമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് ഇസ്രായേലിന്റെ സൈനികർ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്മായിൽ ഹനിയോടൊപ്പം തന്നെ യഹ്യ സിൻവാറിനെ തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം ഒന്നും വിജയിക്കാതെ പോയത് പാലസ്തീൻ വിട്ടുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല എന്നതിനാൽ ഇദ്ദേഹത്തെ പോലെ ഇസ്മായിൽ ഹനിയെ പോലെ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാത്തൊരു വ്യക്തിയാണ് എന്നതിനാലും പിടികൂടാൻ വേണ്ടി വലിയ പ്രയാസം അവരനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും തന്ത്രപരമായിരിക്കുന്ന രീതി ഉണ്ടാക്കുന്നതിലും കൃത്യമായിരിക്കുന്ന പ്രാക്ടിക്കൽ ഈ ഹമാസിന്റെ സൈനികർക്ക് നൽകുന്ന കാര്യത്തിലും യഹ്യ സിൻവാർ 1ാം സ്ഥാനത്ത് തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തീരുമാന കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇസ്മായിൽ ഹനിയ ആണെങ്കിൽ പോലും ആ തീരുമാനം എടുക്കാനുള്ള ഒരു അഭിപ്രായ കാര്യങ്ങളുടെ ക്രോഡീകരണം യഹ്യ സിൻവാർ പറയുന്നതിന് ശേഷം മാത്രമേ അദ്ദേഹം എടുക്കാറുള്ളൂ എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ പേര് വന്നതാണ്. ഇവരെ കൊലപ്പെടുത്തും എന്ന രീതിയിലൊക്കെ ശ്രമങ്ങൾ പലതും നടത്തിയിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. അപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒരു രാജ്യവും യഥാർത്ഥത്തിൽ ഈ ഒരു അക്രമത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റു രാജ്യത്തിന്റെ അതിർത്തിയിൽ കയറിക്കൊണ്ട് അവരുടെ പ്രത്യേക ക്ഷണിതാവായിരിക്കുന്ന വ്യക്തിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു രാജ്യവും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നിടത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇതിൽ ഇടപെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാവുന്ന രീതിയിലുള്ള അക്രമ പരമ്പരകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക തയ്യാറാകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. അതിലെ വിഷയം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പോലും അമേരിക്കക്ക് ധൈര്യം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം വരും. ഇപ്പൊ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുമായിട്ട് വല്ലാത്ത രീതിയിൽ അകന്നു നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
ഏക ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ഇസ്രായേൽ ഉള്ളത് കൊണ്ടാണ് ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഭരണ സംവിധാനങ്ങൾ ഇല്ലാതാവുകയോ അവിടെ അരാജകത്വം ഉണ്ടാവുകയോ ചെയ്താൽ അമേരിക്കയുടെ ഉദ്ദേശ കാര്യങ്ങളൊന്നും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നതിനാൽ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ രണ്ട് അഭിപ്രായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള അഭിപ്രായം വരുന്നുണ്ട്. അതൊന്നും വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന അഭിപ്രായമൊന്നുമല്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയെ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് മുൻകൂട്ടി വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത്. അപ്പോൾ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേലിന് ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നതോടുകൂടി ഏത് തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന കാര്യത്തിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്രമത്തിന്റെ രീതികളും തോതും അനുസരിച്ച് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ശത്രുപക്ഷത്തിന്റെ കൈവശത്തിലുള്ള അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തെ ഇസ്രായേൽ വിളിച്ചു വരുത്തിയതാണ്. എങ്ങനെ വിളിച്ചു വരുത്തി? ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതോടു കൂടിയാണ് അങ്ങനെ ഒരു ക്ഷണക്കത്ത് പോലെ ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. മാത്രവുമല്ല അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രീതിയിൽ യഹിയ സിൻവാർ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതോടുകൂടി യുദ്ധത്തിന്റെ കാഠിന്യം എത്രത്തോളം രൂക്ഷമാകുമെന്ന് കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ പോലും ഇസ്രായേലിന്റെ IDF-ന് സാധിക്കാതെ പോകുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.